പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിൽക്കുക. സ്വാഗതം ആശംസിക്കുന്നതിനായി അനീഷ് സാറിനെ ഏറെ സന്തോഷത്തോടുകൂടി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ പ്രാചീന ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ സംഭാവന, ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് യോഗ എന്നുള്ളത്. അതിൻ്റെ പ്രചരണാർത്ഥം നമ്മുടെ മനസ്സിനും ശരീരത്തിനും കൂടുതൽ ഉത്സാഹം നൽകത്തക്ക രീതിയിൽ ഇന്ത്യ മഹാരാജ്യം ലോകത്തിന് നൽകിയ സംഭാവനയാണ് യോഗ എന്നുള്ളത്. എന്തുകൊണ്ടോ ഇന്ന് നമ്മുടെ നാട്ടിൽ അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു. ആ കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൂൺ 21 നമ്മുടെ മഹാരാജ്യത്ത് യോഗ അതിവിപുലമായ രീതിയിൽ ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും. ഓരോ വ്യക്തിയും നല്ല പൗരന്മാരായി വളരുന്നതിൻ്റെ ഭാഗമായി യോഗ ശീലിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സമൂഹത്തിൽ വളർന്നു വരുന്ന തിന്മകളിൽ നിന്നും നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ ഊർജ്ജസ്വലമായ മനസ്സും രോഗങ്ങൾക്ക് കീഴ്പ്പെടാത്ത ഒരു ശരീരവും ഓരോ മനുഷ്യനും ആവശ്യമാണ്. അത് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗാ ദിനാഘോഷം നടത്തുന്നത്. ഹെഡ് മിസ്ട്രസ് ശ്രീമതി KM ഇന്ദു ടീച്ചർ അവറുകളാണ്. ടീച്ചറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. ശ്രീകുമാരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ യോഗാ ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധ്യനായ സ്കൂൾ മാനേജർ ശ്രീ AK ജയപ്രകാശ് സാർ അവറുകളാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി SKMൻ്റെ മുന്നേറ്റങ്ങൾക്ക് ചാലകശക്തിയായി വർത്തിക്കുന്ന ബഹുമാന്യനായ സ്കൂൾ മാനേജർ ശ്രീ AK ജയപ്രകാശ് സാറിനെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും NCC SPC കേഡറ്റുകളുടെ പേരിലും ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീകുമാരമംഗലം ദേവസ്വയോഗത്തിൻ്റെ മുഖ്യ സാരഥി ശ്രീ KP ആനന്ദക്കുട്ടൻ സാർ കഴിഞ്ഞ 2 വർഷക്കാലമായി ദേവസ്വയോഗത്തിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയാണ്. നിങ്ങൾക്ക് ഏറെ പരിചിതമായ മുഖം. ഒരുപക്ഷെ ഇന്നത്തെ SKMൻ്റെ ശില്പി, ഒരുപിടി മുന്നേറ്റങ്ങൾ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് നേടിത്തന്ന ഒരു പകരക്കാരനില്ലാത്ത അമരക്കാരൻ ശ്രീ KP ആനന്ദക്കുട്ടൻ അവറുകളെ സസന്തോഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നു.
അതേപോലെ തന്നെ ഇന്ന് 1500ഓളം വരുന്ന വിദ്യാർത്ഥി സമൂഹത്തെയും ശ്രീകുമാരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന മഹാപ്രസ്ഥാനത്തെയും മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മളിലൊരാളായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി സുനിമോൾ എസ് ടീച്ചറെ ആദരപൂർവ്വം അഭിമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രക്ഷാകർതൃ സമിതിയെ വളരെ നന്നായി ചലിപ്പിക്കുകയും സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കലവറയില്ലാത്ത പിന്തുണ നൽകി നമുക്കൊപ്പം നടക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട PTA പ്രസിഡൻറ്റും അതേപോലെ തന്നെ കുമരകം ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ കൂടിയായ അഭിലാഷ് സാർ, നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ മുഖ്യ സാരഥിയായി SPCയുടെ SPOയായ നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രസീത ടീച്ചറെ ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളുടെയൊക്കെ വിദ്യാർത്ഥി കൂടിയായ നിത മോഹൻ നേരത്തെ തന്നെ ഇവിടെ എത്തി. നിതയെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഏറെ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. വളരെ സജ്ജരായി ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ SPCയുടെയും NCCയുടെയും അഭിമാനഭാജനങ്ങളായ നിങ്ങളെ ഓരോരുത്തരെയും വളരെ വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ പരിപാടിയുടെ വിജയത്തിന് എല്ലാ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ആദരനായ സ്കൂൾ മാനേജർ ജയപ്രകാശ് സാറ്, വേദിയിൽ സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയ കുട്ടികളെ, സഹപ്രവർത്തകരെ, ഭാരതം ലോകത്തിന് നൽകിയ സംഭാവനയായ യോഗയുടെ പ്രാധാന്യം കുട്ടികളിൽ എത്തിക്കുന്നതിനും ലോകമാകമാനം എത്തിക്കുന്നതിനും അതിലൂടെ ഉത്തമ പൗരന്മാരായി മാറുന്നതിനുമുള്ള ഒരു പ്രക്രിയയുടെ തുടക്കം കൂടിയാണ് നാം ഇന്ന് യോഗാ ദിനമായി നമ്മുടെ സ്കൂളിൽ ആഘോഷിക്കുന്നത്. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരണീയനായ സ്കൂൾ മാനേജറെ എല്ലാ വ്യക്തികളെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഇന്ന് യോഗാ ദിനം. യോഗ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഒരു സംഭാവനയാണ്, ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന. അതായത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വായു എപ്രകാരമാണ് ഗുണപ്പെടുന്നത്, അതിൻ്റെ വായുവിൻ്റെ ശ്വാസോച്ഛ്വാസഗതിയെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു സംഭാവനയാണ്, ലോകത്തിന് കൊടുത്ത ഒരു സംഭാവനയാണ് യോഗ എന്ന് പറയുന്നത്. യോഗ കൃത്യമായി ശീലിച്ചാൽ ആരോഗ്യമുള്ള ഒരു ശരീരം, ആരോഗ്യമുള്ള ഒരു മനസ്സ്, ആരോഗ്യമുള്ള ഒരു ലോകത്തെ നമുക്ക് സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രമമായി മാറ്റുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷ ആദരണീയായ ഇന്ദു ടീച്ചർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള മറ്റ് അധ്യാപകരുടെ ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ യോഗയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം യോഗ ഇന്ത്യയിലാകമാനം തന്നെ ഇന്ന് യോഗയുടെ ഒരു ദിനമായി കൊണ്ടാടുകയാണ്. ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ, കേരളത്തിലാണെങ്കിലും ഇന്ന് ഈ യോഗയുടെ പരിപാടികൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. എന്നാൽ ലോകത്തെമ്പാടും നടക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടത്തുന്ന യോഗ പരിപാടിയിൽ പല സംസ്ഥാനങ്ങളിലും പല ജാതി മത വർണ്ണങ്ങൾക്ക് അടിമപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കേരളത്തിൽ അതിലൊക്കെ വിപരീതമായിക്കൊണ്ട് എല്ലാ വിഭാഗ ആളുകളെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് യോഗയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടികളാണ് നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഈ SKM ഹയർ സെക്കൻഡറി സ്കൂളിലും നമ്മുടെ യോഗയുടെ പരിപാടി നടക്കുന്നത്. എന്തുകൊണ്ടും മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഒരു പൗരൻ്റെ ജീവിതത്തിൽ യോഗയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്.
വീട്ടിലായാലും യോഗ അഭ്യസിക്കുന്ന കാര്യത്തിൽ ഒരു മടിയും വിചാരിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യോഗ ദിനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്ദു ടീച്ചർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മുടെ ജൂൺ 21-നോടനുബന്ധിച്ചുകൊണ്ട് ലോകത്താകമാനം നമ്മുടെ യോഗയുടെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ടുള്ള യോഗാദിന സന്ദേശമാണ് അല്ലെങ്കിൽ യോഗാദിനമാണ് നമ്മളിന്ന് ആചരിക്കുന്നത്. നമ്മുടെ ഒരു രീതി വെച്ചുകൊണ്ട് ഏതാണോ ഒരു ദിനം, ആ ദിനത്തെ നമ്മൾ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുക്കുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഏത് ദിനത്തിനാണോ സമൂഹത്തിലെ പ്രാധാന്യം നമ്മൾ കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്, അതിനോട് 100% ആത്മാർത്ഥതയോടുകൂടി വീണ്ടും വീണ്ടും, പ്രത്യേകിച്ച് യോഗ പോലുള്ള വിദ്യകൾ ഇവിടെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ശ്വസന പ്രക്രിയയിലൂടെ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം പ്രത്യേക രീതിയിലെല്ലാം ചലിപ്പിച്ചുകൊണ്ട് ശ്വസന പ്രക്രിയയിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യ പ്രക്രിയയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ആ ഒരു രീതി ലോകത്തിന് തന്നെ മാതൃകയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും അത് ശീലമാക്കുവാൻ നാം എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ നമ്മളിൽ ഏകാഗ്രത വളർത്തുക, വ്യക്തി ശുചിത്വം പാലിക്കുക, അതേപോലെ തന്നെ ഉറച്ച മനസ്സോടുകൂടി ഏത് പ്രതിസന്ധികളിലെയും ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാനെല്ലാം തന്നെ നല്ല ഉറച്ച മനസ്സിൻ്റെ ഉടമകളായി നിങ്ങൾക്ക് മാറട്ടെ. ഈ യോഗയുടെ എല്ലാവിധ നല്ല വശങ്ങളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ജീവിതത്തിലെല്ലാം പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് ഈ യോഗാ ദിനം കൂടുതൽ പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹപ്രവർത്തകരെ, എത്രയും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നമ്മൾ ഈ വർഷം ആചരിക്കുന്നത് 10ാമത് അന്തർദേശീയ യോഗാ ദിനമാണ്. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി 2014 UN സഭയിൽ അവതരിപ്പിച്ച പ്രമേയമനുസരിച്ചാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നതിന് തീരുമാനമായത്. എനിക്കും ഈ അവസരത്തിൽ പറയാനുള്ളത്, ഇന്നുകൊണ്ട് മാത്രം നമ്മൾ ഈ യോഗാ ദിന സന്ദേശം അല്ലെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് അവസാനിപ്പിക്കരുത്. നമുക്ക് പ്രിയപ്പെട്ട നിത ടീച്ചർ നമ്മുടെ ഇൻസ്ട്രക്ടറായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെയും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അതേ PTA-യുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഇനി മുതൽ യോഗ പ്രാക്ടീസ് നിരന്തരം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ കുട്ടികൾക്ക് വലിയ ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികൾ, ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് യോഗാ ദിനം ആണ്, ജൂൺ 21. ഇന്ന് യോഗയുടെ 10ാമത്തെ വാർഷികമാണ്. വേൾഡ് യോഗ ഡേ തിരഞ്ഞെടുത്തതിൻ്റെ 10ാമത്തെ വാർഷികമാണ് ജൂൺ 21 കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് ആകെ പറയാനുള്ളത്, നമ്മൾ ഇന്നത്തെ ദിവസം മാത്രമല്ല, നിങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകണം യോഗ എന്നത്. നിങ്ങൾ വിദ്യാർത്ഥികളിൽ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും യോഗ ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുന്നുണ്ട്. അതിന് കാരണം നിങ്ങൾ വിദ്യാർത്ഥികൾ യോഗ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മാനസിക ശാരീരികമായി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ബഹുമാനപ്പെട്ട യോഗാ അധ്യക്ഷ, ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും നമസ്കാരം. നമുക്ക് വാക്കുകളല്ല പ്രധാനം, ഇവിടെ നമ്മുടെ പ്രവൃത്തിയാണ് യോഗ. ആ യോഗ ഇന്ന് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനം. നമുക്ക് കൃത്യമായിട്ട് യോഗ അനുശാസിക്കുന്ന രീതിയിൽ ഒന്ന് ഇരിക്കാൻ തന്നെ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഏകാഗ്രത വന്നു ചേരും. എന്തായാലും വന്നു ചേർന്ന ഇന്ന് SPC NCCയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും യോഗ ഡേ ആശംസിക്കുകയാണ്. NCC സോങ്.
Mm-hmm.